PM ശ്രീ വിവാദം കെട്ടടങ്ങുന്നതേയുള്ളൂ. അതിനിടയിലാണ് സമാനമായ ഒരു വിവാദം പൊന്തി വരുന്നത്. മറ്റൊന്നുമല്ല, കേന്ദ്ര ലേബർ കോഡ് നമുക്കൊക്കെ അറിയാം. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള കാരണം കൊണ്ട് വലിയ പ്രതിഷേധം ഇടതുപക്ഷം, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള മറ്റു കക്ഷികളും ഇന്ന് ജന്തർ മന്ദറിലടക്കം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിനിടെയാണ് ഒരു വാർത്ത വരുന്നത്. അതായത് 2021 ഡിസംബർ 14 കേരളം കേന്ദ്ര ലേബർ കോഡിനോട് അനുസരിച്ച് കേരളത്തിൽ ഒരു കരട് ചട്ടം രൂപീകരിച്ചു എന്നുള്ളതാണ്. 10 അധ്യായങ്ങളും 5 അധ്യായങ്ങളും നിരവധി ഖണ്ഡികകളുമുള്ള വലിയൊരു ഡ്രാഫ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതേക്കുറിച്ച് മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹം തന്നെയാണ് തൊഴിൽ മന്ത്രി, അദ്ദേഹം പറയുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ചില നീക്കങ്ങൾ മാത്രമാണ്, അത് വിജ്ഞാപനമൊന്നും വന്നിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്കൊരു തീരുമാനത്തിലെത്താനും വിശദമായ ചർച്ച നടത്താനും അതനുസരിച്ച് കരട് ചട്ടം രൂപീകരിക്കാനും വിജ്ഞാപനമായി പുറത്തിറക്കാനും സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നിഷാദ്, ഇന്ന് നമ്മുടെ വാർത്തയിൽ തന്നെ AITC നേതാവും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞു, ഇതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്കറിയില്ല, അത് ചർച്ച ചെയ്യണം, അത് കണ്ടെത്തുകയും വേണം. സർക്കാർ ഇപ്പോൾ ലേബർ കോഡിനെതിരാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളും എതിരാണ്, എല്ലാവരും എതിരാണ്, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം അവരും ഉന്നയിക്കുന്നുണ്ട്, എല്ലാവരും സംശയത്തോടു കൂടി നോക്കുന്നുമുണ്ട്. ഇല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നതേ, ഇപ്പോൾ ഈ ലേബർ കോഡിൻ്റെ കാര്യം തന്നെ എടുക്കാം. മോദി സർക്കാർ നടപ്പിലാക്കുന്ന ലേബർ കോഡ്, ആ തൊഴിൽ നയങ്ങൾ അവർ മാറ്റുന്നതിൻ്റെ അടിസ്ഥാന റീസണായിട്ട് അവർ കാണുന്നത് ഈസ് ഓഫ് ഡൂയിങ്, അതായത് വ്യവസായവൽക്കരണം, വ്യവസായ വികസനം എന്നിവയ്ക്ക് വേണ്ടി കുറച്ചുകൂടി എളുപ്പത്തിലുള്ള വഴികൾ തുറക്കുക എന്ന ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിയമങ്ങൾ മാറ്റുന്നത്. അത് തൊഴിലാളി സൗഹൃദമാണ്, തൊഴിൽ സൗഹൃദമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നെങ്കിലും അടിസ്ഥാനപരമായി കോർപ്പറേറ്റുകളെ, വൻകിട കമ്പനികളെ, ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുക എന്ന പരിപാടിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഐഡിയയെ മുൻനിർത്തിക്കൊണ്ടാക്കുന്ന ലേബർ കോഡിനോട് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കാൻ ചോദിച്ചാൽ, 2016 അധികാരമേറ്റ പിണറായി വിജയൻ ഗവൺമെൻറ് 2025 ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ അവരെടുത്തിട്ടുള്ള സമീപനം എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ ലേബർ കോഡിനെ മാറ്റിയെടുത്തിക്കൊണ്ട് 2016 വരുന്ന ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ 7 തൊഴിൽ നിയമങ്ങൾ വരുത്തുന്ന മാറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ പോലും താല്പര്യത്തെ, ഭരണാനുകൂല ട്രേഡ് യൂണിയൻ്റെ പോലും താല്പര്യത്തെ മറികടന്നുകൊണ്ട് സർക്കാർ 7 നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഇപ്പോൾ നോക്കുകൂലി മാറ്റാണെന്നൊക്കെയുള്ള പേരിലാണ് ഗവൺമെൻറ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതിൻ്റെയും അടിസ്ഥാന ഐഡിയ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ്, അതായത് നിക്ഷേപങ്ങളുമായി വരുന്ന മനുഷ്യർക്ക്, സംരംഭകർക്ക് തടസ്സമുണ്ടാവാതിരിക്കാൻ, അവരെ ചുവപ്പ് നാടയിൽ കുരുക്കാതിരിക്കാൻ കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നതിൻ്റെ പേരിലാണ് നിയമങ്ങളെല്ലാം സർക്കാർ ലഘൂകരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പദ്ധതികൾക്ക് മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. അവരാണ് അന്തിമമായ അനുമതി കൊടുക്കേണ്ടത് പോലുള്ള സംഗതികളെല്ലാം ഗവൺമെൻറ് എടുത്തു കളയുകയും എല്ലാം സെക്രട്ടറിമാർ വഴി ചുരുക്കുകയും എല്ലാം സിംഗിൾ വിൻഡോ ആക്കുകയും വേഗത്തിൽ അനുമതി കിട്ടുക. പിണറായി വിജയൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ പരമാവധി വികസനത്തിലേക്ക് കൊണ്ടുപോവുക, ജനകീയമായ പല എതിർപ്പുകളെയും മറികടന്നിട്ടായാലും വികസനത്തിൻ്റെ സാധ്യതകളെ പരമാവധി കൊണ്ടുവരിക എന്ന ആശയത്തിലാണ് ഈ ഭരണകൂടം പ്രവർത്തിക്കുന്നത്. നമ്മൾ പലകുറി സംസാരിച്ചിട്ടുണ്ട്. ആ 7 നിയമങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റം എങ്ങനെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്നത്, അതെങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ എവിടുന്നാണ് ഈ ഫ്രഷ് കട്ട് സമരം വരെ കാണുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത വിധം, അവർക്ക് അവസാനത്തെ ടേക്ക് എടുക്കാൻ അല്ലെങ്കിൽ കോൾ എടുക്കാൻ കഴിയാത്ത വിധം സർക്കാർ നിയമങ്ങളെ ലഘൂകരിക്കുന്നത് കണ്ടു. ചുമട്ട് തൊഴിലാളി നിയമത്തിനടക്കം സർക്കാർ ഏകപക്ഷീയമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അതുകൊണ്ട് ഈ കമ്പനികൾക്കും നിക്ഷേപകർക്കും വ്യവസായങ്ങൾക്കും വളരാൻ കഴിയുന്ന വിധത്തിൽ നിയമങ്ങളെ ആകമാനം ലഘൂകരിക്കണം എന്ന സമീപനം മുന്നേ ഉള്ള സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ. അതുകൊണ്ട് ലേബർ കോഡ് എന്ന് പറയുന്ന സംഗതി എന്താണ്? ഇപ്പം മോദി ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നു. മോദി അവകാശപ്പെടുന്നത് ഇവയെല്ലാം തൊഴിലാളി സൗഹൃദപരമായിട്ട് കൊണ്ടുവരുന്നതാണ്, തൊഴിലാളികൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കൊണ്ടുവരുന്നതാണ്, അസംഘടിത തൊഴിലാളി സഹായിക്കാനാണെന്ന്. അതാണ് മോദി എല്ലാത്തിലും അവകാശപ്പെടുന്നത്. കർഷക നിയമം കൊണ്ടുവന്നപ്പോൾ മോദി അവകാശപ്പെടുന്നത് കർഷകരെ ആകപ്പാടെ സഹായിക്കാൻ കൊണ്ടുവരുന്ന 3 ബില്ലുകളെന്നാണ്. പക്ഷേ അതിൻ്റെ ബെനിഫിഷ്യറി ആണെന്ന് കരുതപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ, കർഷകർ, അവർക്കത് മനസ്സിലായില്ല. അവർ 1 വർഷത്തിലധികം സമരം ചെയ്തു, അത് പിൻവലിച്ചോടേണ്ടി വന്നു. ഫാക്ടറീസ് ആക്ടിൽ മോദി വ്യത്യാസം കൊണ്ടുവരുന്നു. എന്തായിരുന്നു കൊണ്ടുവരുന്ന വ്യത്യാസം? അതായത് ഇൻസ്പെക്ഷൻസിൻ്റെ എണ്ണം കുറയ്ക്കുക ഫാക്ടറികളിൽ. എന്നിട്ട് കമ്പനി ഉടമ തന്നെ, ഫാക്ടറി ഉടമ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി എല്ലാം ഫിറ്റാണെന്ന കാര്യം. അത് വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് മോദി കൊണ്ടുവന്ന ഒരു സംഗതിയാണ്. അതായത് ലേബർ കോഡുകൾ പലതും, മോദിയല്ല BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ ലേബർ കോഡുകൾ പലതും സസ്പെൻഡ് ചെയ്തു.
രണ്ട് അധികമായ വർക്ക് അവേഴ്സ് കൂട്ടി, അതിൻ്റെ ഒന്നും ആനുകൂല്യം തൊഴിലാളിക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടും നരേന്ദ്രമോദി സർക്കാർ 2014 മുതൽ സ്വീകരിച്ചു എന്നുള്ള സമീപനങ്ങളുടെ ഉദാഹരണം എടുത്താൽ അവയെല്ലാം വ്യവസായികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാൻ, അവരുടെ ടാക്സ് ഇളവ് ചെയ്യാൻ, അവർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ മാറ്റി എഴുതാനുമാണ്. അതിൻ്റെ ആത്യന്തികമായ ഗുണം അല്ലെങ്കിൽ മേജർ ഷെയർ ഓഫ് ഗുണം ആർക്ക് കിട്ടിയിട്ടില്ല? തൊഴിലാളിക്ക് കിട്ടിയ ചരിത്രമില്ല. പിന്നെ ഇവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇവരിപ്പം ആർട്ടിക്കിൾ 370 അവരെടുത്ത് കളയുന്നു, അവർ കൊണ്ടുവരുന്ന നിയമമാണ് പൗരത്വ നിയമം, അവർ കൊണ്ടുവരുന്നു, ഏക സിവിൽ കോഡ് കൊണ്ട്. ഈ നിയമങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അങ്ങനെ നാട്ടുകാരെ നന്നാക്കുക എന്നതിൻ്റെ പേരിൽ നിയമങ്ങൾ ആകപ്പാടെ അടിമുടി മാറ്റി നാട്ടുകാരെ നന്നാക്കുക, അടിസ്ഥാന വർഗ്ഗത്തിന് ഗുണം കിട്ടുന്ന തരത്തിൽ നിയമം ഉണ്ടാക്കുക എന്നതിലൊന്നും അല്ല അവരുടെ ഊന്നൽ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ലേബർ കോഡ് എടുത്താൽ തന്നെ ഇതിപ്പം 10-27 ലേബർ കോഡിനെ അവിടെ മാറ്റി ഉടച്ച് 4 ആക്കിയിട്ട് ചുരുക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് തൊഴിലാളികളെ സഹായിക്കാനാണ്. ശരിയാണ്, ഓഫ് കോഴ്സ് എല്ലാ നിയമത്തിനകത്തും കുറച്ച് തൊഴിലാളികളെ അല്ലെങ്കിൽ അതിൻ്റെ സാധാരണ ജനങ്ങളെ സഹായിക്കുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. ഇതിനകത്തും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് 1 വർഷം മാത്രം ജോലി ചെയ്ത ആൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും എന്നവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നവർക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. 180 ഡേയ്സ് നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടുതൽ തൊഴിലാളികളെ EPF-ൻ്റെയും ESI-യുടെയും ഒക്കെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയും ശരിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്താണ്? തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിക്കാനുള്ള അവകാശം മുതലാളിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 9 മണിക്കൂർ തൊഴിൽ 10 മണിക്കൂറാക്കാം, 12 മണിക്കൂർ വരെ ആക്കാം. തൊഴിലാളികളുടെ ഷിഫ്റ്റ് ക്രമീകരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നതിനെ അധിക വേതനമൊന്നുമില്ലാതെ തന്നെ ക്രമീകരിക്കാൻ കഴിയുന്ന ഇളവുകളോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? മുതലാളിക്ക് കൊടുത്തിരിക്കുകയാണ്. പണ്ട് 100 പേരിൽ താഴെയുള്ള സ്ഥാപനങ്ങളെ ലേ ഓഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം 300 താഴെയുള്ള ലേ ഓഫ് സർക്കാരിനോട് ചോദിക്കാതെ പിരിച്ചുവിടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അത് ആർക്കാണ് ഗുണമുണ്ടാക്കുന്ന കാര്യം? പിന്നെ താൽക്കാലിക ജീവനക്കാരെ ഇഷ്ടം പോലെ നിയമിക്കാൻ കഴിയുന്ന തരത്തിൽ വ്യവസ്ഥ മാറ്റിയിരിക്കുകയാണ്. ആർക്കാണ് ഉണ്ടാക്കുക? 1 വർഷം കഴിഞ്ഞാൽ ശരിയാണ് ഗ്രാറ്റുവിറ്റി കിട്ടും, പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടേണ്ടതല്ലേ? അത് കിട്ടില്ല. നിങ്ങൾക്ക് ഹയർ റാങ്ക് കിട്ടേണ്ടതല്ലേ? നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതല്ലേ? അതെല്ലാം തടയും. അത്തരം സംഗതികളെല്ലാം ഇല്ലാതാക്കി ആളുകളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ. ആളുകൾക്ക് സ്ഥിര വേതനം എന്ന് പറയുന്ന സ്ഥിര ജോലി, തൊഴിൽ സുരക്ഷ എന്നതിന് എടുത്തു കളഞ്ഞ് ഇഷ്ടമുള്ളപ്പോൾ ആളെ നിയമിക്കുക, ഇഷ്ടമുള്ളപ്പോൾ എടുത്തു കളയുക പോലുള്ള സംഗതികൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപകട വശങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തൊഴിലവകാശം ഒരു സമരം ചെയ്യണം. 14 ഡേയ്സ് മുമ്പ് നോട്ടീസ് കൊടുക്കാതെ സമരം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഉടനെ സമരം ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് അല്ല, മുതലാളിയുടെ അനുമതി വേണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫാക്ടറീസിൽ മുതലാളി സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ മുതലാളിയുടെ അനുമതി വേണം. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മാസീവായിട്ട് നിങ്ങൾ ഒരുമിച്ചെങ്കിൽ ലീവ് എടുക്കാൻ തീരുമാനിക്കുന്നു സമരത്തിന്. അങ്ങനെ എടുത്താൽ പോലും നിങ്ങളെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. കോടതിയിൽ പോകാനോ ലേബർ കോർട്ടിൽ പോകാനോ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ മൊത്തം വശങ്ങൾ എടുത്ത് നോക്കിയാൽ ആത്യന്തികമായി ഇൻവെസ്റ്റേഴ്സിനെ, മുതലാളിമാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ലേബർ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. ആ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിട്ടുള്ള ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കുന്ന ചർച്ച നടക്കുന്ന പാർലമെൻറ്റ് ഓർമ്മയുണ്ടല്ലോ. എതിർത്ത ആൾക്കാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ടാണ് അതിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ 5 വർഷം ഇപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് നടപ്പിലാക്കാൻ പോവാണ്. അപ്പോൾ അത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ യൂണിയനുകൾ അറിയാതെ അല്ലെങ്കിൽ മുന്നണി അറിയാതെ സർക്കാർ ഒപ്പുവെച്ചെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയത്തിനും ഇടയിൽ വലിയ അകലമുണ്ട് എന്ന് ഇവിടുത്തെ ഒരു സമീപകാല ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, വികസനം വരട്ടെ, വികസനത്തിന് തടയിടുന്ന തരത്തിലുള്ള പരിധി വിട്ട തൊഴിലവകാശങ്ങൾ എന്ന് പറയുന്ന സംഗതി വേണമോ വേണ്ടെന്ന കാര്യത്തിൽ കൺഫ്യൂഷനുള്ള ഒരു ഗവൺമെൻറ് എവിടെയുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ആരും അറിയാതെ ചെയ്തിട്ടുള്ളതെന്ന്. PMCയിലെ കാര്യം ആരും അറിയാതൊന്നുമില്ല. അറിയേണ്ട ആൾക്കാരൊക്കെ അറിയുകയും അറിയേണ്ട ആൾക്കാരുടെയൊക്കെ അവരൊക്കെ വെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടാവുക. സെയിം സംഗതി ഇവിടെയും നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറ്റിയ ഒരു സാധനം എന്താ വരുന്നു, അവർ നേരത്തെ എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആരും അറിയാതെ ഉദ്യോഗസ്ഥർ ചെയ്തൊന്നുമല്ല. ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല. പിന്നെ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളുകൾ, എന്തിനു എതിർപ്പ് പറയുന്ന മുന്നണിക്കാർ, അവരോടൊക്കെ കൺസൾട്ട് ചെയ്ത് എന്തിനാണ് വെറുതെ മെനക്കെടുന്ന് നോക്കി അവർ താഴെ കൂടെ ഒപ്പിടുകയാണ്. എന്താണ് PMC ചെയ്തത്? അത് തന്നെ. അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ് ഒരു ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് നയം ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് വിശദീകരിക്കുന്നത് തൊഴിലാളികളെ ഭയങ്കരമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു നിയമമെന്നാണ്. അതിൻ്റെ ശരിയായ വശം പരിശോധിച്ചാൽ ദീർഘകാലത്തേക്കുള്ള തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കുന്ന, മുതലാളിമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നിയമമാണ്. മോദി അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ, മോദിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മോദി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് സമീപ ചരിത്രം പറയുന്നത്. അല്ലാതെ ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അറിയാം. തൊഴിൽ നഷ്ടത്തിൻ്റെ കാര്യത്തിൽ, വേതനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ എങ്ങനെയാണ് അടിസ്ഥാന വർഗ്ഗക്കാരൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിയതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് നാട് പെട്ടെന്ന് നന്നാക്കളയും, തൊഴിലാളി രക്ഷിച്ച് കളയും മോദി എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ കൂടെ ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഈ കരട് ഒട്ടും നിഷ്കളങ്കമല്ല തന്നെ നമ്മൾ മര്യാദയ്ക്ക് വിചാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഒരു നിയമം ഉണ്ടാക്കാനൊക്കെ സാധിക്കുക? കേരളത്തിൽ അത് നടക്കുമോ? അല്ല, അങ്ങനെ നടക്കുക വെച്ചാൽ അങ്ങനെ നടന്നു എന്നാണ് ഇന്ന് മന്ത്രി ശിവൻകുട്ടി, ലേബർ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള ശിവൻകുട്ടി സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ അത് ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം അവിടെ ഇരിക്കാൻ അർഹനല്ല എന്നുള്ളതല്ലേ? കാരണം എന്തിനാണ്
എന്തിനാണ് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളല്ലേ. വിവിധ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അവർ മന്ത്രിമാരാകുന്നു. അവരെന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പണി അറിയാൻ മേലായിട്ടാണോ? അല്ലല്ലോ. അതിൽ ജനകീയ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ പോളിസിയുടെ നയത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുന്ന ആരാണ്? മന്ത്രിമാരാണ്, ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഈ മന്ത്രിമാർ ഈ സർക്കാർ വേറെ സർക്കാർ വന്നാൽ ആ ഗവൺമെൻറ് പോളിസി എന്താണ് അത് നടപ്പിലാക്കേണ്ടത്. അത് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഉദ്യോഗസ്ഥർക്കുള്ളത്. അത് എക്സിക്യൂട്ടീവ് നമ്മുടെ പോളിസിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു, ഫയലുകൾ നീക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ്? മന്ത്രിക്കാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്താണ്. എന്തിനെക്കുറിച്ചായി പറയുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ക്രക്സ്, ഏറ്റവും കാമ്പായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് എന്താണ്? തൊഴിലവകാശങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനം, ട്രേഡ് യൂണിയനുകളാണ്. എന്നുവെച്ചാൽ ഇടതുപക്ഷ സംഘടിത പാർട്ടികൾക്കുകളേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? തൊഴിലാളി മുന്നേറ്റത്തിനാണ്. അത്ര എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അവരുടെ കയ്യിൽ നിന്ന് പോയാലും അവരുടെ കോർ എന്ന് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനവും തൊഴിലാളി അവകാശങ്ങളാണ്. പിന്നെ തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് അവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാറ്റം അല്ലെങ്കിൽ ഒരു കോഡ് ഇനാക്ട് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധീകരിക്കുന്ന നയത്തിന് വിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പണിയെടുത്തു എന്നാണ് മന്ത്രി ഇന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ലേബർ കോഡിനെ കുറിച്ച്, കേന്ദ്രത്തിൻ്റെ പുതിയ ലേബർ കോഡിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം. അപ്പോൾ അതിലൊരുപാട് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, ഈ പഴയ കോഡൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു, നമ്മൾ പുതിയ യുഗത്തിലാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ AI-യുടെ ഒരു യുഗത്തിൽ പഴയ കോഡുമായി നടന്നു കഴിഞ്ഞാൽ രാജ്യം മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ പിന്തുണക്കുന്ന ആളുകളുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ പുതിയ ലേബർ കോഡ് കമ്പ് മുഴുവൻ വായിച്ചുള്ള ഒരാളല്ല. ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ അതിൽ അപകടകരമായിട്ടുള്ള, പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അപകടകരമായിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്, ഗുണകരമായിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അത് ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ അതിനകത്തുണ്ട്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് തൊഴിലാളി അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതല്ല, നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ, മുതലാളിമാരുടെ പക്ഷമാണ് കൂടുതൽ സംരക്ഷിക്കുന്നത് എന്ന അഭിപ്രായമുള്ളതാണ്. എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, CPM, അവരുടെ നിലപാടെന്താണ്? അവർ ഇന്നലെ എന്താണ് അവരുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞത്? CIT-യുടെ നിലപാടെന്താണ്? CPI-യുടെ നിലപാടെന്താണ്? AITC-യുടെ നിലപാടെന്താണ്? അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാടിനെ സംരക്ഷിക്കാൻ, അതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇതിപ്പോൾ രണ്ടാമത് മന്ത്രി നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇതിനേക്കാൾ മാരകമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. PM ശ്രീയുടെ കാര്യത്തിൽ അവിടെ സുപ്രഭാതത്തിൽ അറിയുകയാണ്, ഇത് നമ്മളവിടെ നമ്മളിതിന് MOU ഒപ്പുവെച്ചിട്ടുണ്ട് PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെ SFI-യും എല്ലാവരും PM ശ്രീക്കെതിരെ വലിയ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം പാർട്ടിയുടെ മുന്നണിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ, അതിൻ്റെ സംരക്ഷകനായി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരാരെയാണ് സംരക്ഷിക്കുക? ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുക? ഇതൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് പറഞ്ഞ് തടിതപ്പുകയാണ് മന്ത്രി ചെയ്യുന്നതെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ മതിയെന്ന് വെച്ചാൽ മതിയല്ലോ. PM ശ്രീ അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്, ലേബർ കോഡ് അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്, ഇങ്ങനെ എന്തിനാണ് ഒരു മന്ത്രി? അപ്പോൾ ഇത് പറയുമ്പോൾ, ഇതിനെതിരെ രാഷ്ട്രീയ വിമർശനം വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? അത് മന്ത്രി ശിവൻകുട്ടിയുടെ ഇടതുപക്ഷ പാരമ്പര്യം നിങ്ങൾക്കറിയാഞ്ഞിട്ടാണെന്നൊക്കെയാണ് ഇതിന് മറുപടി വരിക. ഒരു മനുഷ്യൻ ഇന്നലെ മിനിയാന്ന് ശുദ്ധ വർഗീയത, പാലക്കാട് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും പറയാത്ത വർഗീയത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ RSSനെതിരെ പൊരുതിയിട്ടുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് ഒരു പാനൂർ ചെഗുവേരയാക്കി മാറ്റി. അങ്ങനെ കൊണ്ട് ഇതേ സംഗതി തന്നെ ശിവൻകുട്ടിയുടെ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാളിയായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക, അതാണ് ചെയ്യുക. പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഇടതുപക്ഷ LDF സർക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന നിലയിൽ അവർ പരിരക്ഷിക്കുന്ന കാര്യങ്ങളെപ്പോലും സംരക്ഷിക്കാൻ പറ്റാതെ ഒരു മന്ത്രി അവിടെ ഇരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്നുകിൽ നിഷാദ് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നടക്കട്ടെ, ഇതാണ്
പിണറായി വിജയൻ്റെ കാരണഭൂതരുടെ താല്പര്യം ഇതിങ്ങനെ നടക്കുക എന്നതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞവരെ മന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അത് ഗുരുതരമായുള്ളൊരു സാഹചര്യമാണ്. ഇനി മൂന്നാമത്തൊരു ഘടകം ഞാൻ അതിനെയാണ് കാണുന്നത്. ഈ കേന്ദ്രവുമായി കേന്ദ്രം നടപ്പിലാക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ ആവേശപൂർവ്വം നടപ്പിലാക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട്. ഈ EWS സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അത് ഇന്ത്യയിൽ തന്നെ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഈ കേരളമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും നടപ്പിലാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നടപ്പിലാക്കി 10% EWS സംവരണം. അതെങ്ങനെ 10% സംവരണം നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ വേണ്ടേ? എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഒരു ഗിവൺ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അവരെത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായ പഠനം വേണ്ടേ? അങ്ങനെ ഒരു പഠനമൊന്നും ഉണ്ടായില്ല. കേന്ദ്രത്തിൽ അത് നടപ്പിലാക്കുന്നു. രണ്ടാം പക്കം കേന്ദ്രത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കുന്നു. രണ്ടാം പക്കം കേരളത്തിൽ നടപ്പിലാക്കുന്നു. PMശ്രീയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. ലേബർ കോഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജാഗ്രതയുള്ളൊരു സർക്കാരാണ്. കേന്ദ്രത്തിൻ്റെ ഈ നയങ്ങൾക്കെതിരെ ജാഗ്രതയോടെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ്, ഒരു സർക്കാരാണ് എന്നതാണല്ലോ ഇവരുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം. ആ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലായിരിക്കുന്നത്.